നമസ്കാരം പ്രിയമുള്ളവരെ. നമ്മളൊക്കെ ഓരോ സ്ഥാനത്തെത്തുമ്പോൾ ആ സ്ഥാനത്തിൻ്റെതായ മഹത്വവും ആ സ്ഥാനം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി പഠിക്കുകയും ചെയ്യുകയും ചെയ്യേണ്ടവരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മുൻഗാമികൾ എന്തൊക്കെയാണ് ചെയ്തത്, അവരെ എങ്ങനെ സമൂഹം ആദരിച്ചു എന്നതുകൂടി ഒരു അധികാര സ്ഥാനത്തിലെത്തുമ്പോൾ നമ്മൾ ചെയ്യണം. അതൊരു വില്ലേജ് ഓഫീസർ തൊട്ട് മുകളിലോട്ട് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയോ ഗവർണറോ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആരായാലും അതൊക്കെ ചെയ്യണം. അങ്ങനെ വേണം അവർ പ്രവർത്തിക്കാൻ. തൻ്റെ ശത്രുസപക്ഷത്ത് നിൽക്കുന്നവൻ്റെ പ്രായമോ അവൻ്റെ പദവിയോ അവൻ്റെ വീട്ടുകാരെ പറ്റിയോ കുടുംബത്തെ പറ്റിയോ അവൻ്റെ അമ്മയെ പറ്റിയോ ഒന്നും തന്നെ ചിന്തിക്കാതെ പ്രവർത്തിക്കാൻ ഒരു ഭരണകൂടവും ഒരു അധികാര സ്ഥാനത്തിരിക്കുന്നവനും തയ്യാറാകരുത്. എത്ര ഉന്നതനായാലും താൻ വഹിക്കുന്ന പദവിയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ എഴുതപ്പെട്ട നിയമം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് സത്യം. ഞാൻ ഇട്ടിരിക്കുന്നത് രാഹുലിൻ്റെ ഭരണഘടനാവാദം നിലനിൽക്കോ എന്നുള്ള ക്വസ്റ്റ്യനാണ്. രാഹുൽ പറഞ്ഞ ഒരു കാര്യത്തെപ്പറ്റി ഞാൻ രാഹുലിൻ്റെ പ്രശ്നം വന്ന സമയത്ത് വീഡിയോ ചെയ്തിരുന്നു. രാജ്യത്തെ നിയമത്തിനും ഭരണഘടനയ്ക്കും വിരുദ്ധമായി ഞാനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. രാഹുലിന് ജാമ്യം കൊടുത്ത പത്തനംതിട്ട ജില്ലാ കോടതിയും അത് അടിവരയിട്ട് പറയുന്നു. ഒരുപക്ഷെ ഈ പറഞ്ഞ പരാതിയുടെ കോപ്പി വിവരാവകാശം അനുസരിച്ച് നമുക്ക് ലഭിക്കത്തില്ല. കാരണം അത് രഹസ്യ സ്വഭാവമുള്ള അവരുടെ പേര് പുറപ്പെടുപ്പിക്കാൻ പറ്റും. കാരണം അവരെ അതിജീവിത മലയാളത്തിൽ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. ആ നടിയുടെ പേര് നിങ്ങൾക്കെല്ലാം അറിയാം. അതാണ് യഥാർത്ഥ അതിജീവിത. മുഖം മറയ്ക്കാതെ സമൂഹത്തിന് മുമ്പിൽ വന്ന് പറഞ്ഞ് ഞാനാണ് ആ മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കപ്പെടുകയും ആ പീഡനത്തിൻ്റെ വേദന ഇന്നും അനുഭവിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞ ഒരാളേ ഉള്ളൂ മലയാളത്തിൽ. ആ യുവതിയെ എന്നും എപ്പോഴും സംസാരമധ്യയിലൊക്കെ വേദികളിൽ പോലും ഞാൻ വളരെ വളരെ ബഹുമാനത്തോടെയാണ് ആ കുട്ടിയെ കാണുന്നത്. എൻ്റെ അനിയത്തിയുടെ പ്രായം ആകാൻ എൻ്റെ അനിയത്തിയാകാനുള്ള പ്രായമുള്ളൊരു കുട്ടി. ഒരുത്തിന് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂര കർമ്മത്തിന് വിധേയായവൾ. അവരാണ് അതിജീവിത. ബാക്കിയൊന്നും അതിജീവിതകളല്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലെ 3 പേരുണ്ട്. അതിൽ രണ്ടാമത്തെ ആളിനെ വിട്ടുവിടാം. കാരണം അത് കത്രിക വെച്ച് ആളില്ല എന്നുള്ള രീതിയിലാണ് നമുക്കിപ്പോൾ തെളിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 1ഉം 3ഉം ആൾക്കാർ സമാന രീതിയിലുള്ള പരാതി. ഈ പരാതികളെല്ലാം എഴുതിയത് ഒരാളാണെന്ന് വ്യക്തമാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പരാതികളൊന്നും നമുക്ക് ലഭിക്കില്ല എന്ന്. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ 18 പേജുള്ള ജഡ്ജ്മെൻ്റാണ് പത്തനംതിട്ട ജില്ലാ കോടതി നൽകിയ ജഡ്ജ്മെൻറ്റ്. ഈ ജഡ്ജ്മെൻറ്റിൻ്റെ ആദ്യത്തെ 3ാമത്തെ പാരഗ്രാഫ് തൊട്ട് താഴോട്ട് വായിച്ചു നോക്കുമ്പോൾ ഈ പരാതി എഴുതുക ഒരു ജഡ്ജിന് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ അദ്ദേഹത്തിന് ചെയ്യാവുന്ന രീതിയിൽ പരാതിയിൽ FIS എന്തൊക്കെ പറഞ്ഞോ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ മലയാള പരിഭാഷ സത്യം പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയാൻ എനിക്ക് പറ്റില്ല. ഇതൊരു സിനിമാ കഥ എഴുതുകയാണെങ്കിൽ പണ്ട് ആദിപാപം സിനിമ എടുത്ത P. ചന്ദ്രകുമാറിനോ അല്ലെങ്കിൽ പണ്ട് കമ്പിക്കഥകൾ എഴുതി മസാല മാസികകൾ തയ്യാറാക്കിയിരുന്നവർക്കോ മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രെയിമിംഗ് ആണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. സത്യം. ഒരുപക്ഷെ ഒരു വ്യക്തി അയാളുടെ ലൈംഗിക ജീവിതത്തിൽ ഭാര്യയോടോ കാമുകിയോടോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതേ പടി അത് രാഹുൽ മാങ്കൂട്ടം ചെയ്തതെന്ന് വിചാരിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പരാതി തയ്യാറാക്കിയത് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് തയ്യാറാക്കി ആ പരാതി നേരെ കാനഡയ്ക്ക് അയച്ച് അവിടുന്ന് മെയിൽ വഴി വരികയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഇടാൻ വേണ്ടിയാണ് കൊടുത്തത്. ഒപ്പിടാതാണ് വന്നത്. ഒപ്പിട്ടിരുന്നെങ്കിൽ കുറെ കൂടി വ്യക്തമായിരുന്നതിനെയും ഒപ്പിടാത്തതിനൊക്കെ കാരണങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെ ഒരു ചെറുപ്പക്കാരനെ ഈ കേസിൽ കൊടുക്കാമെന്നും അവൻ്റെ ജീവിതം തന്നെ ഇല്ലാതെ എങ്ങനെ ആക്കാമെന്നുമുള്ള ശരിയായ ധാരണയാണ് ഇതിനകത്തുള്ളത്. ആകത്തുകയായി പറയാവുന്നൊരു കാര്യം 8/4/2024 1 മണിയോടുകൂടി Club 7 ഹോട്ടലിൽ ഈ പരാതിക്കാരി ചെല്ലുന്നു. റൂം എടുത്തതിന് ശേഷം നിങ്ങളൊരു കഥയായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് സങ്കല്പിച്ച് നോക്കുക. അതിനുശേഷം 15 മിനിറ്റ് കഴിയുമ്പോൾ കഥാനായകൻ കടന്നു വരുന്നു. വാതിൽ തുറന്നുടനെ തന്നെ എടുത്ത് കട്ടിലേക്ക് ഇടുന്നു. പിന്നെ അവൻ്റെ വിരൽ വെച്ച് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തു. അതാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അവൻ ആദ്യമായി അവളുമായി ബന്ധപ്പെടുമ്പോൾ ഉറ ഉപയോഗിച്ചിരുന്നു. ഈ ഉറ ആരുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നു അറിയില്ല. പക്ഷേ ആ 1ാമത്തെ ബന്ധപ്പെടൽ മതിയാവാതെ വരികയും വീണ്ടും ബന്ധപ്പെട്ടു ഉറയില്ലാതെ. അതെന്തിനാ അങ്ങനെ പറഞ്ഞെന്നറിയോ? ഗർഭമുണ്ടായ കഥ അന്ന് ഗർഭമുണ്ടായെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. എന്തായാലും ഈ പറഞ്ഞ സാധനം ഒരു കവറിനകത്ത് കുറേ അധികം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കൈ കാണുമല്ലോ. പിന്നീട് എന്ത് ചെയ്തു? ഇവളെ ശകാരിച്ചു, അടിച്ചു, കുത്തി, കടിച്ചു, തുപ്പി എന്നൊക്കെ പറയാൻ വേണ്ടി അവളെ കൊണ്ട് ഓറൽ സെക്സിന് നിർബന്ധിച്ചു. മാത്രമല്ല ഈ സ്ത്രീ ആ സമയത്ത് ഇന്റർകോഴ്സിൻ്റെ സമയത്ത് വിളിച്ചു ക്രൈഡ് ഔട്ട് ഓഫ് പെയിൻ, വേദന കൊണ്ട് ഞെളിപിരി കൊണ്ടു എന്നാണ് ഈ പരാതിയിൽ പറഞ്ഞായിട്ട് കോടതി പറഞ്ഞിരിക്കുന്നത്.
ബാക്കി പല കാര്യങ്ങളും പൊക്കിളിനകത്ത് വരെ വിരൽ കുത്തിയെന്നാണ് ഈ പരാതിക്കാരി പറഞ്ഞിരിക്കുന്നതായിട്ട് കോടതി എടുത്തെഴുതിയിരിക്കുന്നത്. ഇതെഴുതിയ കോടതി പോലും, ഈ ജസ്റ്റിസ് പോലും ചിലവർ പക്ഷേ നാണിച്ചു കാണും. അതാണ് സത്യം. വിവരമുള്ള ആർക്കും, ജസ്റ്റിസ് എൻ ഹരികുമാർ സെഷൻ ജഡ്ജാണ്, അദ്ദേഹത്തിന് പോലും ഒരുപക്ഷെ ജാളിത തോന്നിക്കാണും ഈ പരാതി അതേ രീതിയിലേക്ക് പകർത്തി വെക്കാൻ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ എഴുതിയത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എന്തൊക്കെ പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിച്ചല്ല. നമ്മൾ ആദ്യമായിട്ട് പറയുന്നു അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിച്ചല്ല, ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമം അനുസരിച്ചല്ല അറസ്റ്റ് നടന്നിരിക്കുന്നത്. അത് കോടതി അഡ്രസ്സ് ചെയ്തിരിക്കുന്നു. പിന്നെ ഭീഷണിപ്പെടുത്തും എന്നുള്ളതായിരുന്നു ഇവിടുത്തെ നാട്ടുകാരുടെയും പത്രക്കാരുടെയും ഒക്കെ ഇത്. അത് ഭീഷണിപ്പെടുത്താൻ പരാതിക്കാരി കാനഡയിലല്ലേ, ഇവിടെ എങ്ങനെ രാഹുൽ ഭീഷണിപ്പെടുത്തുമെന്നാണ് ചോദിച്ചത്. പിന്നെന്താണ് ചോദിച്ചത്? യുവതിയുടെ ശബ്ദരേഖയിൽ തന്നെ സമ്മതപ്രകാരമുള്ള സെക്സാണ് നടന്നതെന്നാണ് കോടതി തന്നെ കണ്ടെത്തുന്നത്. പിന്നെ അടുത്തതെന്തായിരുന്നു? വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. വിവാഹിതയായ ഒരു സ്ത്രീ എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ പറ്റും? കോടതിയുടെ അടുത്ത ചോദ്യം. അഗ്നിസാക്ഷിയായി വിവാഹം കഴിക്കുന്ന ഹൈന്ദവരും പള്ളികളിലാണെങ്കിൽ മെഴുകുതിരിയുടെ വെട്ടത്തിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടാണ്, അത് അഗ്നി എന്ന് പറയാം, അഗ്നിസാക്ഷിയായിട്ടാണ് അവിടെയും വിവാഹം നടക്കുന്നത്. ആ വിവാഹം നടക്കുന്ന താലിയെയും താലിച്ചെറിനെയും മഹത്വമായി കാണുന്ന മലയാളികൾ ഉള്ള ഈ നാട്ടിൽ വിവാഹബന്ധത്തിൽ പെട്ടിരിക്കുന്ന ഒരാൾ വേർപെടുത്താതെ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്നും വിവാഹിതയായ ഒരു പെൺകുട്ടിയെ വീണ്ടും വിവാഹ വാഗ്ദാനം ചെയ്യാൻ പറ്റില്ലെന്നുള്ള കാര്യവും ഈ പരാതി എഴുതിയ ആളിന് അറിയില്ലേ എന്ന് എനിക്കറിയില്ല. വിവാഹിതരായ ഒരാളുമായിട്ടുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സ് മനസ്സിലായതിനു ശേഷം അവരെ വളച്ചെടുത്ത് അവരെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ നൽകിയോ രാഹുൽ മാങ്കൂട്ടം ഒരു സ്ഥിരം സെക്ഷൽ കുറ്റവാളിയാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള പണിയാണ് ഇതിനകത്ത് നടന്നത്. ഇതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസ്സുകാർക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും. മാത്രമല്ല, കോടതി ചോദിക്കുന്നു, ഈ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീ തന്നെ അവനോട് ആ സെക്സിനെ പറ്റി വിവരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അതിനുശേഷം പാലക്കാട് ഒന്നിച്ച് രണ്ടുപേരോട് ചേർന്ന് ഫ്ലാറ്റ് വാങ്ങാൻ ശ്രമിക്കുന്നു. പിന്നെ പല പ്രാവശ്യം അവന് പൈസ അങ്ങോട്ട് ഓരോന്ന് ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കുന്നു. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വീട്ടിലേക്ക് വാങ്ങിച്ച് അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇതൊക്കെ ഇതിന് ശേഷം നടന്നാണ്. പരാതി നൽകാൻ വൈകിയതിൻ്റെ കാരണത്തെ, പ്രോസിക്യൂഷൻ്റെ വാദത്തെ എടുത്ത് ഖണ്ഡിക്കാൻ വേണ്ടി കോടതിക്ക് അവർ തന്നെ ഈ പരാതിയിലെല്ലാം എഴുതി കൊടുത്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെന്താണ്? മിസ്യൂസ് ചെയ്തു ഹിസ് പൊസിഷൻ എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷേ ആ സമയത്ത്, ഈ മൂന്നാമത്തെ പരാതി സമയത്ത് ഇയാൾ MLA അല്ലായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അതുകൊണ്ട് കസ്റ്റഡി ആവശ്യമില്ലെന്നും അതുകൊണ്ട് പറഞ്ഞു വിടുന്നു എന്നുള്ളതാണ് കോടതി പറയുന്നത്. കണ്ടിന്യൂഡ് ദ മെയിൻറ്റെയിൻ കോൺടാക്ട് വിത്ത് ദ പെറ്റീഷണർ ഈവൻ ആഫ്റ്റർ ദ അലിഗേറ്റ് ഇൻസിഡൻറ്റ്, ഈ സംഭവത്തിന് ശേഷം, ആൻഡ് ദാറ്റ് there were subsequent interaction between them, including discussion regarding joint purchase of flat at Palakkad from with proposal. She withdrew due to financial constraints. അവൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, അവൾ മാറി എന്നാണ് പറയുന്നത്. ഇതൊക്കെ പരാതിക്കാരി പറഞ്ഞിരുന്നതാണ്. പരാതിക്കാരി തന്നെ തെളിവ് കൊണ്ടുവന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ കൊടുത്തു എന്നുള്ളതാണ് ഇതിനകത്തുള്ള സത്യം. 8-ാം തീയതി, അതായത് 8/1/2026 തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിലെ വനിതാ SHOയ്ക്ക്, വനിതാ പോലീസിന് ഇവർ മൊഴി കൊടുക്കുന്നു. ആ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം തൊട്ടടുത്ത ദിവസം 5 മണിക്കാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. 1 വർഷവും 9 മാസവും കഴിഞ്ഞ കാര്യമാണ് ഇതിൽ വന്നത്. ഇതൊക്കെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, രാഹുൽ മാങ്കൂട്ടം ആരുടെയൊക്കെയോ കണ്ണിലെ കരടായിരുന്നു. അധികാരി വർഗത്തിന് അത് തോന്നാം, അത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അയാളുടെ മുഖത്ത് നോക്കി സംസാരിച്ചത്. ഒരു മുഖ്യമന്ത്രി എന്താകരുതോ എന്താകണമോ എന്ന് 2 കാര്യങ്ങൾ, ഒന്ന് പിണറായി വിജയൻ വേഴ്സസ് ഉമ്മൻചാണ്ടി എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. നിങ്ങൾക്കതിൽ ആരെ വേണമെങ്കിലും എടുക്കാം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ നശിപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിലെ പ്രബലമായ ഒരു വിഭാഗത്തിൻ്റെ കഴിവായിരുന്നു. സംസാരിക്കാൻ കഴിവുള്ളവൻ വേദിയിൽ കയറി സംസാരിക്കും, കയ്യടി മേടിക്കും. എഴുതാൻ കഴിവുള്ളവൻ എഴുതും, അത് നാട്ടുകാർ വായിക്കും, അത് വീണ്ടും വീണ്ടും വായിക്കും, ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. പൊതുജനത്തിൻ്റെ നേരെ കൈകൊണ്ടുന്ന പോലീസുകാരനോട് നിയമം പറയുവാൻ കഴിവുള്ളവൻ, നിയമം അറിയാവുന്നവനെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ നിയമം അറിയാവുന്നവൻ പൊതുജനത്തെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു യുവ നേതാവ് വളർന്നു വരുന്നതിൽ ഏറ്റവും കൂടുതൽ ദോഷവും ഏറ്റവും കൂടുതൽ രോഷവും കൊണ്ടത് കോൺഗ്രസിലെ ചില ചിങ്കിടികളായിരുന്നു, ചില വാലാട്ടികളായിരുന്നു എന്നുള്ളതാണ് സത്യം. ചില അധികാരമോഹികൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി 2 ചെറുപ്പക്കാരെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് എടുത്തു കളയാൻ വേണ്ടി ശ്രമിച്ചു. അതിന് അവന്മാർക്കുള്ള വിചാരം എന്താണെന്ന് വെച്ചാൽ, അടുത്ത പ്രാവശ്യം ഇലക്ഷനിൽ നമ്മൾ ജയിക്കും, 5 വർഷം സുഭിക്ഷമായി ഭരിക്കാം, അതിനുശേഷം പിന്നെ ആവട്ടെ, എനിക്ക് ശേഷം പ്രളയം വന്നാലും കുഴപ്പമില്ല എന്നുള്ള സതീശൻ്റെയും രമേശിൻ്റെയും ഒക്കെ ബുദ്ധിയായിരുന്നു ഇതിൻ്റെ പിന്നിലെ മറ്റൊരു ഘടകം. ഇല്ലെങ്കിൽ CPMൻ്റെയോ BJPയുടെ ഒരു MLA ഇതുപോലെ നിയമവിരുദ്ധമായ ഒരു ഹോട്ടലിൽ ചെന്ന് അറസ്റ്റ് ചെയ്യാൻ ഒരു പോലീസുകാരനും ധൈര്യം കാണിക്കില്ല. രാഹുൽ മാങ്കൂട്ടം തിരിച്ചു പണിയാൻ തുടങ്ങിയാൽ ഈ പറഞ്ഞ പരാതിക്കാരി ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത പോലീസുകാർ ഉൾപ്പെടെ ഉള്ളവർ പ്രതികളായി കൂട്ടിൽ വരും.
അയാൾ ചോദിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ മാനനഷ്ടത്തിന് അവർ സമാധാനം പറയേണ്ടി വരും. പക്ഷേ അപ്പോഴീ മുഖ്യമന്ത്രി ഒന്നും കാണില്ല, നിങ്ങളെ കൊണ്ട് ഇത് അറസ്റ്റ് ചെയ്യിച്ച പൂങ്കുഴലി കാണില്ല, മുഖ്യമന്ത്രി കാണില്ല എന്നൊക്കെ നമുക്കറിയാം. പല ഉദ്യോഗസ്ഥന്മാരും പല വേലത്തരങ്ങളും രാഷ്ട്രീയക്കാർ പറയുന്നതനുസരിച്ചും മേലധികാരികൾ പറയുന്നതനുസരിച്ച് ചെയ്തിട്ട് അവസാനം പെൻഷൻ വാങ്ങാതെ മരിച്ചുപോയ കഥ വരെയുണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് ഇതൊക്കെ ഓർത്തുകൊണ്ട് വേണം ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും, കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും ആര് ഭരിച്ചാലും അവരുടെ പിണിയാളുകളായി നിന്ന് അവർ പറയുന്നത് ചെയ്യുന്ന ഓരോ ഉദ്യോഗസ്ഥന്മാരും ഓർക്കണം, ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും കൈകളിലേക്ക് വിലങ്ങിടാനോ ഓരോരുത്തരുടെയും കൈ പിടിച്ച് നിങ്ങൾ സബ് ജയിലിലേക്ക് അയക്കുമ്പോഴും അവനൊരു ആത്മരോഷവും അവനൊരു വ്യക്തിയാണെന്നും അവനെ കള്ളക്കേസിൽ കുടിക്കുന്നതാണെന്ന തെളിവോടുകൂടി അവൻ പുറത്തേക്ക് വന്നാൽ, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, നിങ്ങളുടെ ഉള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്, നിയമം നടപ്പാക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതാണ് നിങ്ങൾക്ക് ഈ രാജ്യത്തോട് ചെയ്യാൻ പറ്റുന്ന കാര്യം. നിങ്ങൾക്കൂടെ മാത്രമല്ല, നിങ്ങളുടെ മക്കളോടൊപ്പം. ഇത്തരം നടപടികൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരൊന്നും തന്നെ അവർ സന്തതി പരമ്പര പോലും രക്ഷപ്പെടില്ല എന്ന് രാഹുലിൻ്റെ അമ്മ കേണപ്പോൾ സത്യം പറഞ്ഞാൽ വേദന തോന്നി. അവരുടെ മകൻ അങ്ങോട്ട് ചെന്നാണ്, ഇവൻ ആരെയും അങ്ങോട്ട് കയറി പിടിച്ചിട്ടില്ല. അങ്ങോട്ട് കയറി പിടിച്ചവരൊക്കെയല്ലേ നിയമസഭയിലും ഇരിക്കുന്നത്, ഒത്തിരി പേരുണ്ടല്ലോ. അപ്പോൾ അവരെയൊന്നും ചെയ്യാതെ ഇത് ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോടതി വരെ കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ വീട്ടിൽ ഉറങ്ങാതെ അടയിരിക്കാതെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഇറങ്ങി നിയമസഭയിൽ പോകണം, പാലക്കാട് പോകണം, ജനങ്ങളോട് സംവദിക്കണം. പക്ഷെ ഒരു കാര്യമുള്ളൂ, ഇനി ഈ മൈക്ക് കാണുന്ന സമയത്ത് അവന്മാരുടെ അടുത്ത് പോയി വേലത്തരം പറയാതെ, താങ്കളെ സഹായിച്ചത് കേരളത്തിലെ മാധ്യമങ്ങളല്ല, താങ്കളെ സഹായിച്ചതും ക്രിട്ടിസൈസ് ചെയ്തതും മൊത്തം ഇവിടുത്തെ മാധ്യമങ്ങളാണ്, മാപ്രകളാണ്. നിങ്ങളോടൊപ്പം നിന്ന എൻ്റെ പെണ്ണു സുഹൃത്തെ രാഹുലെ, നിന്നോടൊപ്പം നിന്നത് കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ്. നിനക്ക് അവരോട് പുച്ഛമായിരിക്കും. കാരണം നീ അവരുടെയെല്ലാം റേറ്റിങ്ങും അവരുടെയെല്ലാം എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നോ എത്ര വ്യൂവേഴ്സ് ഉണ്ടെന്നോ ഒക്കെ ആയിരിക്കും നീ ഒരു പക്ഷേ അവരെ വിലയിരുത്തുന്നു. പക്ഷേ നിൻ്റെ കൂടെ നിൽക്കുകയും നിനക്കായി സംസാരിച്ചത് അവരാണെന്നുള്ള ഓർമ്മയോടുകൂടി വേണം തുടർന്നുള്ള ദിവസങ്ങളിൽ മുമ്പോട്ട് പോകാൻ. പലരെ പറ്റിയുള്ള പല വിഷയങ്ങളുടെയും പല കഥകളും തെളിവുകളും നമുക്കുണ്ടാവും. അവയൊന്നും തന്നെ ചിലപ്പോൾ നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല എന്നുള്ളത് മറ്റു സത്യസന്ധമായ കാര്യം കൂടിയാണ്. നന്ദി, നമസ്കാരം.